നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പ്രസംഗത്തിനിടെ ദ്വയാർത്ഥ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ. തഞ്ചാവൂർ പോലീസ് കേസെടുത്തത് TVKയുടെയും BJPയുടെയും പരാതിയിൽ. പോലീസിനെ തടഞ്ഞ് DMK പ്രവർത്തകർ. മോശം പരാമർശം നടത്തിയിട്ടില്ലെന്ന് ഉദയനിധി. I'm ready to face the consequences. Definitely, they have arrested me for nothing I have said. I didn't say anything wrong. I didn't say anything wrong about anybody. ആസൂത്രിത അറസ്റ്റെന്ന് DMK. അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസ വേണ്ടാത്ത ട്രാൻസ്പോർട്ടിൽ തള്ളി സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന് മന്ത്രി. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും പരാമർശം. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്ന് പിന്നീട് വിശദീകരണം. ആറന്മുളയിലെ പ്രളയബാധിത മേഖലയിൽ മുഖ്യമന്ത്രി. കോഴഞ്ചേരി റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ചിറയറമ്പ് ക്യാമ്പിലെ ദുരിതബാധിതരെ കാണും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള 12 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെ മൃതദേഹം കിട്ടി. മണർകാട് വെള്ളക്കെട്ടിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആലത്തൂർ തെന്നിലാപുരത്ത് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ആറന്മുള, തിരുവല്ല, കുറ്റൂർ, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. റാന്നിയിൽ വെള്ളക്കെട്ടിന് നേരിയ കുറവ്. MC റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. ലഹരി ഉപയോഗത്തിന് എളുപ്പ വഴിയൊരുക്കുന്ന പ്രീ റോൾ കോണുകൾ പിൻവലിച്ച് ഇൻസ്റ്റമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ടെന്ന നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി US. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് വിലയിരുത്തി ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദവും തള്ളി. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജിന റോഡ്രിഗസും വിവാഹിതരാകുന്നു. ജന്മസ്ഥലമായ പോർച്ചുഗീസ് ദ്വീപ് മെദീരയിലെ പുൻചാൽ ചർച്ചിൽ ശനിയാഴ്ച വിവാഹം. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും 32 വയസ്സുകാരിയായ ജോർജിനയും 9 വർഷമായി ഡേറ്റിംഗിൽ. ഇപ്പോൾ പ്രളയബാധിത മേഖലയിലെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുകൂടി
ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികൾ ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകാൻ നോക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFിനെ കൂടി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ നദിയിൽ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴുള്ള പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇതുവരെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്. അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് അത് പ്രത്യേകമായി അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി
വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർക്കും. No, it is missing. It is missing. We are searching through various means. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്ക് ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ്? അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ്. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home also. We have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തു നിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. അത് രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേരും നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം. കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർ കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
കോഴഞ്ചേരിയിൽ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് പുതിയ മഴ മുന്നറിയിപ്പുകൾ വരുന്നു. 8 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് വരുന്നു എന്നതാണ്. ഈ മാസം 8 വരെ വ്യാപക മഴയ്ക്കാണ് സാധ്യത. അതിതീവ്ര മഴ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന ഇടങ്ങളിൽ പത്തനംതിട്ടയും ഉൾപ്പെടുന്നുണ്ട്, കോട്ടയവും ഉൾപ്പെടുന്നുണ്ട് എന്നത് വലിയ ജാഗ്രത ഈ ഇടങ്ങളിൽ വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, പലയിടങ്ങളിലും വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ആ ജില്ലകളിൽ ഉൾപ്പെടെ റെഡ് അലർട്ട് വരുന്നത്, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത വരുന്നത്. വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കേണ്ടുന്ന മണിക്കൂറുകളാണോ വരാൻ പോകുന്നത്? വളരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. കാലാവസ്ഥയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ആശങ്കപ്പെടുന്നതാണ്. കാരണം ഇന്ന് രാവിലെ കാര്യമായ അലർട്ട് ഇല്ലാത്ത ദിവസമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വരുന്ന 24 മണിക്കൂറുകളിൽ ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന ഈ ജില്ലകളിലാണ് അലർട്ട് ഉണ്ടാകുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഒപ്പം എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. അതേസമയം 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പത്തനംതിട്ട ജില്ല റെഡ് അലേർട്ടിലാണ്, കോട്ടയം ജില്ല റെഡ് അലേർട്ടിലാണ് അടക്കമുള്ള, അതായത് ഏറ്റവും അധികം മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജില്ലകൾ വീണ്ടും റെഡ് അലേർട്ടിലേക്ക് പോകുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്നതാണ് നമുക്ക് മുന്നിലുണ്ടാകുന്ന മുന്നറിയിപ്പ്. നാളത്തെ ചിത്രം കൂടി നോക്കാം. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ റെഡ് അലേർട്ടായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ്. അതിൻ്റെ അർത്ഥം മഴക്കെടുതിയും ഭീഷണിയും നമുക്ക് മുന്നിൽ ഇനിയുമുണ്ട്, മാറിയിട്ടില്ല എന്നതാണ്. നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല, പക്ഷേ ജാഗ്രത കൂടുതൽ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിഷയത്തിൽ. നോക്കിയാൽ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു. ഈ പത്തനംതിട്ടയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ജില്ലകളിൽ 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് എന്ന സാഹചര്യമാണ്. നാളെ കഴിഞ്ഞ് ഓഗസ്റ്റ് 6 പോകുമ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതാണ് ചിത്രം. അതായത് സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്ന സമയമാണ്. 8 ജില്ലകളിലാണ് അതിതീവ്ര മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നത്. 8 ജില്ലകൾ എന്ന് പറയുന്നതിൽ പത്തനംതിട്ട ഉൾപ്പെടുന്നുണ്ട്, കോട്ടയം ഉൾപ്പെടുന്നുണ്ട്, എറണാകുളമുണ്ട്, വയനാടുണ്ട്, കണ്ണൂരും കാസർഗോഡും ഒക്കെയുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇത് വളരെ പെട്ടെന്ന് റെഡ് അലേർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 8 ജില്ലകളിലും നേരത്തെ കാര്യമായ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് അതിതീവ്ര മഴയുടെ സാധ്യതയിലേക്ക് വരുന്നത്. ഇപ്പോൾ അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതായാലും സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ മഴ സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് 8 ജില്ലകളിൽ വരികയാണ്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുകയുമാണ്. തിരുവനന്തപുരം, കൊല്ലവും ഒഴിച്ചുള്ള 12 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. വരും ദിവസത്തെ PSC പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. 4, 5, 6, 8 തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചതായി PSCയും അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആറന്മുള, തിരുവല്ല, കുറ്റൂർ, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നിയിൽ വെള്ളക്കെട്ടിന് നേരിയ കുറവ് വന്നിട്ടുണ്ട്. നിരവധി പേർ ക്യാമ്പുകളിലാണ്. MC റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാല ഉൾപ്പെടെയുള്ള കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വെള്ളക്കെട്ടിൽ കാണാതായ മണർകാട് സ്വദേശി ശരണിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തുകയാണ്. പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റി തുടങ്ങി. വേങ്ങര റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടർന്ന സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ചമ്രവട്ടത്ത് പോത്തുകൾ ഒഴുകിപ്പോയി. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു, അതിപ്പോൾ റെഡ് അലർട്ടായി മാറിയിട്ടുണ്ട്.
നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് വയനാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്തിലെ 9, 10, 11, 12 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. രാജേഷ്, ഹനീഫ എന്നിവരാണ് മരിച്ചത്. മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന അലർട്ട് പ്രകാരം അവിടെ റെഡ് അലർട്ടാണ് ഉള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ ക്യാമ്പിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം ജി ശ്രീജിത്തിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, കോട്ടയത്ത് എന്താണ് സാഹചര്യം? കോട്ടയത്ത് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ട് തുടരുമ്പോൾ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കൂടി വരുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം? തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവചനം അല്പം ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് റെഡ് അലർട്ടിലേക്ക് കോട്ടയം ജില്ല മാറുകയാണ്. ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതുമൂലമാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും അല്പസമയം മുൻപ് പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരമാണ് റെഡ് അലർട്ടിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതായത് ഈ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായ ശേഷം ഇതാദ്യമായാണ് ഒരു റെഡ് അലർട്ടിലേക്ക് കോട്ടയം ജില്ല കടക്കുന്ന സാഹചര്യം വന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അതിശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ തുടരുന്നു. അതായത് അതിശക്തമായ മഴയിലേക്ക് വീണ്ടും ജില്ല എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലയിടത്തും ഇതിനകം തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ പലയിടത്തു നിന്ന് മാറാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ NDRFും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇതിപ്പോൾ പേരൂർ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ വീണ്ടും ഇത്തരം റെസ്ക്യൂ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. പാലാ നഗരത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഈ മഴ വീണ്ടും തുടരുകയാണെങ്കിൽ ജില്ലയിലൊട്ടാകെ മലയോര മേഖലയിലടക്കം കാര്യമായ മഴയിലേക്ക് പോയാൽ അത് സാഹചര്യം കൂടുതൽ മോശമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അലർട്ട് പ്രകാരമുള്ള മഴയിലേക്ക് വീണ്ടും ജില്ല എത്തുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഇന്ന് രാവിലെ ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്ന സ്ഥിതി വന്നിരുന്നു. അതായത് അതിരാവിലെ ഒക്കെ മഴ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും മഴ പെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോഴൊക്കെ വീണ്ടും അതിശക്തമായ നിലയിൽ തന്നെ മഴ ഉണ്ടാകുന്ന സ്ഥിതിയാണ് നമുക്ക് ഇവിടങ്ങളിലെല്ലാം ഏതാണ്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാണ്ട് പലയിടങ്ങളിലും ഉള്ള ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നവരൊക്കെ മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ പിന്നെയും പലയിടത്തും പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ ഇപ്പോൾ എറഞ്ഞാലിൽ നേരത്തെ കണ്ടത് ഏതാണ്ട് 101 വയസ്സ് പ്രായമുള്ള അക്കാമ്മ എന്ന അമ്മ വീടിനുള്ളിൽ കഴിയുകയായിരുന്നു. അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ പേരൂർ കവലയിലും സമാനമായ രീതിയിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതായത് ഈ 2 നില വീടുകളും മറ്റും ഉള്ളവരാണ്. പക്ഷേ ഒന്നിലധികം ദിവസം ഇവിടങ്ങളിലൊക്കെ കറണ്ട് ഇല്ലാതെ വരുന്ന സ്ഥിതി വരുന്നു. അതോടുകൂടിയാണ് പിന്നീട് ഈ ഒരു അതായത് ആളുകൾക്ക് പിന്നെയും വീട്ടിൽ കഴിയാൻ പറ്റാത്ത നിലയിലാണ് അവർ ഈ റെസ്ക്യൂ ആവശ്യപ്പെടുകയും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത്. പലയിടത്തും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നിലയും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ പലരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 2 നില വീടുകൾക്കുള്ളിൽ വെള്ളം കയറാതെ അവർ കഴിയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നമുക്ക് രാവിലെയൊക്കെയും മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരക്കാരെയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ജില്ലയുടെ സാഹചര്യം അല്പം ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഈ മീനച്ചിലാറ്റിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിന് തൊട്ട് കിഴക്കും പടിഞ്ഞാറും ഒക്കെയുള്ള മേഖലകളിൽ ഉള്ള ഇടങ്ങളിൽ വലിയ പ്രതിസന്ധി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രേണുക, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും മഴക്കെടുതികൾ തുടരുമ്പോൾ തന്നെയാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കോട്ടയത്തും വരുന്നത്. സാഹചര്യങ്ങൾ രൂക്ഷമാകുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്തായാലും അതീവ ജാഗ്രതയോടുകൂടിയാണ് മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്.
പ്രിൻസ് പി ജെയിംസ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിലും സമാനമായ സാഹചര്യമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആദ്യത്തെ മണ്ണിടിച്ചിലിന് ശേഷം ഇന്നലെയൊക്കെ മഴ കുറച്ച് മാറി നിന്നത് ആശ്വാസകരമായിരുന്നു. പക്ഷേ ഇനി അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തലാണുള്ളത്. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? തീർച്ചയായും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ഉച്ചവരെ കാര്യമായ മഴ ജില്ലയിൽ ലഭിച്ചില്ല. അതിനുശേഷം വീണ്ടും അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലകൾക്ക് ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഹൈറേഞ്ചില് അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ മഴ വലിയ തോതിൽ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ നിലവിലുണ്ട്. എന്തായാലും ജില്ലയിലെ മുന്നൊരുക്കങ്ങളൊക്കെ നിലവിൽ ശക്തമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രികാല യാത്രാ നിരോധനമടക്കമുള്ള കാര്യങ്ങൾ അടിമാലി നേരിമംഗലം പാതയിലെ രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു പാതകളിലൂടെയും അപകടകരമായ രീതിയിലുള്ള രാത്രിയാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുണ്ടക്കയം കുട്ടിക്കാനം പാതയിലും വാഗമൺ പാതയിലുമൊക്കെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്ര നിർത്തിവെക്കണമെന്ന നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതുപോലെ വിനോദസഞ്ചാരത്തിന് ഉള്ള നിരോധനവും ജില്ലയിൽ തുടരുകയാണ്. എന്തായാലും ജില്ലയിൽ 3 അണക്കെട്ടുകൾ ഇപ്പോഴും തുറന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇരട്ടയാർ ഡാമും റെഡ് അലേർട്ടിലാണ്. എന്നാൽ വരും മണിക്കൂറുകളിലൊക്കെ മഴ ശക്തമായ മറ്റു ചെറുകിട ഡാമുകളിലൂടെയും വെള്ളം കൂടുതൽ ഉയരാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കല്ലാർ, പൊന്മുടി, ആനയിറങ്കൽ, ചെങ്കുളം മാട്ടുപ്പെട്ടി തുടങ്ങിയ ഡാമുകളിലൊക്കെ വെള്ളം ഉയരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്നിരുന്നാലും മുല്ലപ്പെരിയാർ, ഇടുക്കി തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് നിലവിൽ ആശങ്കാജനകമല്ല. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 200-ലധികം ആളുകൾ വിവിധ താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 136 നിരവധി മേഖലകളിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകിയ വലിയ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടായ മണ്ണിടിച്ചിൽ ഏകദേശം 70ഓളം ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത്ര സാഹചര്യങ്ങളിൽ 14 വീടുകൾ പൂർണ്ണമായും 86-ലധികം വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 70ഓളം റോഡുകൾ വിവിധ മേഖലകളിലായി 70ഓളം റോഡുകൾക്ക് കേടുപാടുകൾ പറ്റി എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒറ്റ ദിവസം മഴ കൊണ്ട് ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്തായാലും വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. ശരി, പ്രിൻസ് ജെയിംസ് ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും അതീവ ജാഗ്രത പുലർത്തുന്ന സാഹചര്യമാണ്. പത്തനംതിട്ടയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെയാണ് ഏറ്റവും രൂക്ഷമായ മഴക്കെടുതിയും സാഹചര്യങ്ങളും നിലനിൽക്കുന്നത്. അവിടെ വീണ്ടും അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് വരികയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴ ഓറഞ്ച് അലർട്ട് നിലനിന്നപ്പോൾ ഉണ്ടായതാണ്. അതാണ് ഈ അവസ്ഥയിലേക്ക് പത്തനംതിട്ടയെ എത്തിച്ചിരിക്കുന്നത്. അവിടെ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യമാണുള്ളത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, നോക്കൂ, അവിടെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അവലോകന യോഗം നടന്നിരുന്നു. അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണോ ജില്ലയിൽ കാര്യങ്ങൾ നടക്കുന്നത്? അത് ആശ്വാസകരമാണോ ഈ മുന്നറിയിപ്പിലും? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ അതിതീവ്ര മഴയ്ക്ക് ഒരു മുന്നറിയിപ്പുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി 12 കൂടി പത്തനംതിട്ടയിലെത്തി. പത്തനംതിട്ടയിൽ ആറന്മുളയിലാണ് എത്തിയത്. ആറന്മുളയിൽ കോഴഞ്ചേരിയിൽ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു അവലോകന യോഗത്തിന് ശേഷമാണ് പിന്നീട് ആറന്മുള എത്തിയത്. ആറന്മുളയിൽ വിവിധ മേഖലകളിൽ, അതായത് ഈ ദുരിതബാധിതരായ ആളുകൾ താമസിക്കുന്ന മേഖല, ഒപ്പം ക്യാമ്പുകൾ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കും. ആ ക്യാമ്പിൽ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും കൃത്യമായി പിന്നീട് റാന്നിയിലേക്കുള്ള പോവുക. റാന്നിയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കടകൾക്ക് വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ദുരിതബാധിതരെയും കണ്ടതിന് ശേഷമായിരിക്കും പിന്നീട് മുഖ്യമന്ത്രി തിരികെ മടങ്ങിപ്പോയി. എന്തായാലും വലിയ രീതിയിൽ പത്തനംതിട്ടയ്ക്ക് ഒരു പരിഗണന നൽകുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകി. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ട ഒരു പരിഗണന നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കാലാവസ്ഥയ്ക്ക് ഒരു മുൻകൂട്ടി പ്രവചനം നടത്തത്തക്ക രീതിയിൽ ഏറ്റവും മുൻകൂട്ടി അറിയുന്ന സംവിധാനം നടപ്പിലാക്കും. ഈ പത്തനംതിട്ടയിലെ തന്നെ ഈ ദുരിതബാധിതരായ വീടുകളിൽ വെള്ളം കയറിയ ആളുകളുടെ വീടുകൾക്ക് 10,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ട് എല്ലാ സഹായവും സർക്കാർ
ചെയ്തിട്ടുണ്ട്. കാരണം മരുന്ന്, വെള്ളം അടക്കം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സഹായം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് വാർഡ് തലം തൊട്ട് നടപ്പിലാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഉടൻ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ട്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് നിലവിലുള്ള ചില വിമർശനങ്ങൾ, മുഖ്യമന്ത്രി വരാത്തതിനെ സംബന്ധിച്ച് ഒരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി കൃത്യമായി എത്തിയിട്ടുള്ളത്. എന്തായാലും CPM ഇക്കാര്യം ഉന്നയിച്ചതിനെ കുറിച്ച് പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. CPM പറയുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞത്. എന്തായാലും പത്തനംതിട്ടയിൽ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി 2 മന്ത്രിമാരെ ജില്ലയിൽ അയച്ചിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും വേണ്ടിയും നടപടികൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകാൻ വേണ്ടി രണ്ട് മന്ത്രിമാരെ. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറുപടി പറയുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ ഇപ്പോ ഇന്നലെ തന്നെ വലിയ വീടുകളിലൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2ാം നിലയിലേക്കൊക്കെ മാറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമല്ലേ? അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും നടക്കുന്നുണ്ടോ? ഈ വീട് വിട്ടിറങ്ങാൻ ബുദ്ധിമുട്ടുന്നവരെ കൂടി മുഖ്യമന്ത്രി പോലും ഇന്ന് അത് സൂചിപ്പിച്ചു. ഈ മുന്നറിയിപ്പ് അനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം, അതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറാൻ സന്നദ്ധമാകുമെന്നാണോ കരുതുന്നത്? രേണുക ചോദിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ രക്ഷാപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വീടുകളിൽ നിന്നും ആളുകൾ ഈ ക്യാമ്പിലേക്ക് വരാൻ മടിക്കുന്നു. അത് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കാരണം അപകടമുണ്ടായി എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഒരു പക്ഷേ ഇവരെ രക്ഷപ്പെടുത്താൻ പിന്നീട് കഴിയില്ല. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വലിയ പാടായിരിക്കും ഇവർ വീടുകളിൽ കഴിഞ്ഞാൽ. വൈദ്യുതി ഇല്ലാത്ത വീടുകളാണ്, ചുറ്റും വെള്ളം കയറി കിടക്കുന്ന വീടാണ്. ആ വീട്ടിൽ താമസിച്ചാൽ ഒരു പക്ഷേ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ അവിടെ പിന്നീട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഈ NDRF സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ആളുകളും ഒക്കെ കൃത്യമായി അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വരുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്രാവശ്യം പൂർണ്ണമായും മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ താമസിക്കുന്ന ആരായാലും ശരി അവരെ ക്യാമ്പുകളിൽ അടിയന്തരമായി എത്തിക്കണം എന്നുള്ള കാര്യമാണ്. ഈ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ അങ്ങനെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി സമീപത്തെ ക്യാമ്പുകളിൽ എത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അത് അവർ എതിർത്താലും ഒരുപക്ഷെ ക്യാമ്പിൽ കൊണ്ടുവരും. കാരണം മരുന്ന്, വെള്ളം, ഈ അടിയന്തര സാഹചര്യങ്ങളെല്ലാം ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നേരിടേണ്ടതാണ്. ഒരുപക്ഷെ അത് അവർ താമസിക്കുന്നത് എത്തിക്കാനും കഴിയാതെ വരും. അങ്ങനെ വന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം ഒരു വലിയ പരാതിയായി മാറും എന്നുള്ള സാഹചര്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പിലേക്ക് ഇവരെ കൃത്യമായി എത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു വെല്ലുവിളിയാണ് സ്വാഭാവികമായും ഈ ആറന്മുളയും തിരുവല്ലയും റാന്നിയും അടക്കമുള്ള പ്രദേശങ്ങളെ നേരിടുന്നത്. കാരണം രക്ഷാപ്രവർത്തകർ ചെല്ലുമ്പോൾ അവർ ക്യാമ്പുകളിൽ വരാത്തതാണ് ഒരു വെല്ലുവിളിയായി കഴിഞ്ഞ 2-3 ദിവസമായി ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. അതിനൊരു പരിഹാരം ഇപ്രാവശ്യം ഉണ്ടായിട്ട് കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അവരെ ബോധവൽക്കരിച്ച് ക്യാമ്പുകളിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രേണുക. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയാണ് ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ട് പോലും അകന്നിട്ടില്ല. അവിടെ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് വീണ്ടും നൽകുന്ന സാഹചര്യമാണ്. മഴ കനക്കാനുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ കൂടുതൽ ജാഗ്രതയും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഇടപെടലും അനിവാര്യമായി വരുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി തന്നെ ദുരിതാശ്വാസ മേഖലകളിൽ എത്തിയിട്ടുണ്ട്, ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും. പ്രത്യേകമായി തന്നെ പത്തനംതിട്ടയെ പരിഗണിക്കും എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഒപ്പം തന്നെ ജനങ്ങൾ അവർ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുകയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുകയും എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ആ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് നമുക്കും പറയാനുള്ളത്. ഇനി മലപ്പുറത്ത് നിന്ന് ജിഷാദ് വളാഞ്ചേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിഷാദ്, മലപ്പുറത്ത് ഓറഞ്ച് അലർട്ടാണുള്ളത് നമുക്കറിയാം. പക്ഷേ ഓറഞ്ച് അലർട്ടും നിസ്സാരമായി കാണാൻ പറ്റില്ല. ഏതാണ്ട് റെഡ് അലർട്ടിന് സമാനമായ തന്നെ ജാഗ്രതയും മുന്നൊരുക്കവും ഓറഞ്ച് അലർട്ടിലും വേണ്ടുന്നതാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴ ഇപ്പോൾ എങ്ങനെയാണ്? മലയോര മേഖലകളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നേരിടുന്നത്? രേണുക, മലപ്പുറത്ത് മഴ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. പല വെള്ളം കയറിയ വീടുകളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ എറണാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 441 ആളുകളും ഉണ്ടായിരുന്നു. ഇതിൽ 1/4 ആളുകളും ഇപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയതെന്നാണ് നമുക്ക് ആശ്വസിക്കാൻ
പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ മലപ്പുറം വേങ്ങരയില് പാണക്കാട് പ്രദേശത്ത് റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായും ആളുകളെ അതായത് ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ടോറസ് ലോറിയും ഉപയോഗിച്ചാണ് ഈ മണ്ണ് മാറ്റം നീക്കം ചെയ്യുന്നത്. എങ്കിലും മലയുടെ മുകളിൽ നിന്നും ഇപ്പോഴും കലങ്ങിയ വെള്ളം ശക്തമായി കുത്തിയൊലിച്ച് ഒഴുകുന്നത് പ്രദേശത്ത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. പ്രദേശത്ത് ഇപ്പോഴും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കാനുള്ള രക്ഷാപ്രവർത്തനം അതുപോലെ ദുഷ്കരമാകുന്നുണ്ട്. രണ്ടാള് പൊക്കത്തിലാണ് ഈ റോഡിൽ മണ്ണ് പതിച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യാനുള്ള എന്തായാലും മലപ്പുറത്ത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടലോര മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ കടലാക്രമണം ഉള്ളത്. ബാക്കി മലയോര മേഖലയിൽ കംപ്ലീറ്റ് ആയും അതായത് മഴ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് രേണുക. ശരി, നിഷാദ് പാളാഞ്ചേരിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് അതീവ ജാഗ്രത തന്നെയാണുള്ളത്. ഓറഞ്ച് അലേർട്ടാണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായി തന്നെ മഴയുണ്ടാകാൻ അല്ലെങ്കിൽ അലേർട്ടുകൾ പിന്നീട് മാറാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് വേണ്ടത്. എല്ലാവരും ജാഗ്രത പാലിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വേണ്ടത്. മഴ കുറഞ്ഞെങ്കിലും കോഴിക്കോടിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണിപ്പോഴും. കണ്ണാടിക്കൽ കക്കോടിപ്പറമ്പിൽ ബസാർ എന്നിവിടങ്ങളിൽ 300ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 1000-ലധികം ആളുകളാണ് വിവിധയിടങ്ങളിലായി ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴ തോർന്നെങ്കിലും കെട്ടിനിന്ന വെള്ളം താഴ്ന്നു പോകാത്തത് പ്രതിസന്ധി കൂട്ടുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും രാവിലെ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. ഈ കണ്ണാടിക്കൽ കക്കോടി റോഡിലേക്കുള്ള വഴിയരികിൽ അല്ലെങ്കിൽ ആ വയലിനോട് ചേർന്ന ഇടങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ചേട്ടാ, ഇവിടെ വീട് എവിടാ? പണിയുണ്ടോ? നടക്കുമോ? പറമ്പിന്റെ മുകളിൽ. അവിടെ വെള്ളമില്ല. ഈ വെള്ളത്തിൽ കൂടെ പോകണമെന്നുള്ളൂ. ഓക്കെ, ആ ചേട്ടൻ ജോലിക്ക് വന്ന ആളാണ്. ഈ മഴ കാര്യമായി ബാധിക്കാത്ത അല്ലെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത ഇടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഓരോ മണിക്കൂറിലും വലിയ തോതിൽ വെള്ളം ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. മഴ തോരുന്നുണ്ടെങ്കിലും വെള്ളം ഇറങ്ങുന്നില്ല എന്നതാണ്. ചേട്ടാ, ഇവിടെ വീട് എവിടാ? കുറച്ചും കൊണ്ടുപോയത്. വീട്ടിൽ വെള്ളമുണ്ടോ? ഫുള്ള് വെള്ളം, 10 വരെ വെള്ളം. ഏത് ഭാഗം വരെ ഉണ്ട് വെള്ളം? ഇപ്പൊ ജനാലിന്റെ കള്ളി കയറി അവിടെ വരെ കയറി. സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നോ അതോ? മുകളിലേക്ക് കയറ്റി വെച്ചതാ. ഇപ്പൊ ഈ അടുത്ത് മുകളിലേക്ക് ആക്കിയതാ. അതിനെ കൊണ്ട് സൗകര്യമായി. അല്ലെങ്കിൽ നമ്മൾ സ്വിപ്പായി. അല്ലെങ്കിൽ എല്ലാം ഒലിച്ചു വെള്ളത്തിലായി പോകും. പുതർന്നു പോകില്ല. കിടക്കയും കാര്യങ്ങളും മറ്റേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെള്ളത്തിലേനി. ഇന്നലെ ഭാര്യ വീട്ടിൽ പോയി, വേങ്ങേരിയ. അന്നപ്പോ അവിടെ കുടുംബമൊക്കെ അവിടെ തന്നെയാണ്. അതെ. അച്ഛനാണ് സുഖമില്ലാത്ത ഒരാളാ, നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവരെ വേഗം കൊണ്ടുപോയിട്ട് പെങ്ങളെ വീട്ടിലേക്ക് ഉണ്ടാക്കി. ഇന്നിപ്പം വീടിന്റെ അവസ്ഥ നോക്കാൻ വന്നതായിരിക്കും. അതെ, ഒന്ന് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ക്ലീൻ ചെയ്തിടാലോ. ചളി ഇങ്ങനെ കയറി കിടക്കും. ചളി കയറി കിടന്നാലും ഇങ്ങനെ ക്ലീൻ ചെയ്യാനല്ലോ. പക്ഷെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലേ? ഇറങ്ങുന്നില്ല, അതേ ലെവലിൽ നിൽക്കുക. മഴ കാര്യമായിട്ട് ഉണ്ടായില്ലെങ്കിൽ മഴ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അങ്ങോട്ട് വെള്ളം ഇറങ്ങും. പക്ഷെ ഡാമിന്റെ വെള്ളം വരെ ഉണ്ട്. അതുകൊണ്ട് അതും ഒരു ഇതുണ്ട്. ഡാമിന്റെ അരി എപ്പോഴാണ് തുറക്കാന്നും പറയാൻ പറ്റില്ല. തുറന്നിക്കുന്നോന്നും അറിയില്ല. അതങ്ങനെ ആദ്യമൊക്കെ പറയലുണ്ട് ഇനി വെള്ളം ഇങ്ങനെ തുറന്നു വിടലുണ്ട് എന്നുള്ള. ഇനിയിപ്പോ എന്താണുള്ള സ്ഥിതി അറിയില്ല. ഇതാണ് ആശങ്കയാണ് എല്ലാ കണ്ണുകളിലുമുള്ളത്. കാരണം എത്ര നേരം ഈ മഴ നീണ്ടു നിൽക്കും അല്ലെങ്കിൽ എന്താണ് ഇവിടങ്ങളിലെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവർക്ക് യാതൊരു വ്യക്തതയുമില്ല. കാരണം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ആ വെള്ളക്കെട്ട് ഇറങ്ങുന്നില്ല. ഏതാണ്ട് 30-ലധികം ക്യാമ്പുകളാണ് ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 1000-ലധികം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ കോഴിക്കോട് താലൂക്കിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, ഒപ്പം കക്കോടി പോലുള്ള തടമ്പാട് താഴം പോലുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാവുന്ന കാഴ്ച. എവിടാ ചേട്ടാ വീട്? ഇവിടെ നമ്മളെ മേലെ താമസം. ഇപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം കയറി പോയിട്ട് അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ല. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എല്ലാവരൊക്കെ കറണ്ട് ഇല്ല. ഇവിടെ 3 ദിവസമായിട്ട് 2.5 ദിവസമായി. രാത്രി 9 മണിക്ക് കറണ്ട് പോയിട്ട് അപ്പോൾ 2 ദിവസം ആയി. ഭക്ഷണം പുറത്ത് ബേക്കറിന് പോയിട്ട് വാങ്ങുന്നുണ്ട്. അടുത്ത് സാധനം വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹോട്ടലൊന്നും ഇല്ല അവിടെ. അപ്പോൾ കടവിൽ ഭാഗത്തുണ്ട്, ഹോട്ടൽ അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും സ്വീപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ.
എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെ? ഇവിടെ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ഇവിടെ വന്നിട്ട് കുറെ നാളായി? 12-13 കൊല്ലമായി ഇവിടെ വന്നിട്ട്. അതാണ് ഇവിടെ ലേശം മലയാളം പഠിച്ച്. അതാണ് ഈ 2018 വെള്ളം ഇവിടെ ഇല്ല. 2018 വെള്ളത്തിനപ്പൊക്കെ ഇല്ല ഇവിടെയാണ്. അപ്പോൾ ഈ വെള്ളത്തിനായി നിൽക്കുന്നുണ്ട്. അവിടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. എല്ലാം വഴിമുട്ടാണ്. പണിയില്ല. ഭക്ഷണം ശരിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ പുറത്താക്കാൻ പറ്റില്ലല്ലോ. അതാണ് സ്വീപ്പായി പോയി എല്ലായിടും. അതാണ് ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളടക്കമുള്ളവരുണ്ട്. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. 2-3 ദിവസമായിട്ട് ഈ മേഖലകളിൽ കറണ്ടില്ല. ഒപ്പം കടകളൊന്നും തുറക്കുന്നില്ല. അതുകൊണ്ട് ബേക്കറിയിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ജോലി ഇല്ലാത്തതുകൊണ്ട് വരുമാന മാർഗവും നിലച്ചിരിക്കുന്ന സാഹചര്യം. മുൾനിലയിലാണ് അവർ താമസിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ ക്യാമ്പുകളിലേക്കോ മറ്റോ മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. വീടുകളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എത്തി ഒഴിപ്പിച്ച് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ക്യാമ്പുകളിൽ നിന്നും തിരിച്ച് വീടുകളിലേക്ക് എത്താൻ എപ്പോൾ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതാണ് പ്രശ്നം. പലയിടത്തും വെള്ളം കയറിയത് ഇറങ്ങുന്നില്ല. എല്ലാവരും തന്നെ ഈ മേഖലകളിലുള്ള 100 വീടുകളുണ്ട്. അവിടുത്തെ എല്ലാ ആളുകൾ ബന്ധുവീടുകളിലും ക്യാമ്പുകളിലുമായി മാറിയിട്ടുണ്ട്. മഴയ്ക്ക് നേരിയ ശമനം, അതായത് ഇടവിട്ട സമയങ്ങളിൽ മഴ പെയ്യുന്നുവെങ്കിലും വെള്ളത്തിന് ഇറങ്ങിപ്പോകുന്നില്ല, അല്ലെങ്കിൽ ജലനിരപ്പിൽ വലിയ മാറ്റം വരുന്നില്ല എന്നതാണ് ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എറണാകുളത്തെ തീരമേഖലയായ കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ്. ചെല്ലാനം ടെട്രാപ്പാട് കടൽഭിത്തി കൊണ്ട് സുരക്ഷിതമാണെങ്കിലും ഇനി കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കണ്ണമാലി മേഖലയിൽ നിരവധി വീടുകളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. 7 വീടുകൾ തകർന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. കാലവർഷത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വെള്ളം കയറി ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും ഈ നഗരകേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ എറണാകുളത്തിന്റെ ഒരു ഹൃദയഭാഗമെന്ന് പറയുന്ന ഇടങ്ങളിലൊന്നും തന്നെ ഉണ്ടായില്ല. കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ വിഷയങ്ങളുണ്ടായത്. പക്ഷേ കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടത് തീരമേഖലകളാണ്. പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ നമ്മളുള്ളത് കണ്ണമാലിയിലാണ്. കണ്ണമാലി ചെറിയ കടവ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ദൃശ്യങ്ങളാണിത്. ഇവിടെയാണ് ഇനി ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതെല്ലാം തന്നെ ഇവിടെയാണ് ഒരു സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുള്ളത്. 7ഓളം വീടുകൾ കഴിഞ്ഞ ഒരു കാലവർഷത്തിന്റെ കടലാക്രമണത്തിലും ഈ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളെല്ലാം തന്നെ സംഭവിച്ച വീടുകൾ ഇക്കുറി അത് പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്നു എന്നതാണ് നമ്മൾ കാണുന്നതൊക്കെ. ഈ ചെറിയ കടവിലെ ഏതാണ്ട് 3ഓളം വീടുകൾ പൂർണ്ണമായും തന്നെ നശിച്ചിരിക്കുന്നു. പലരെയും തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട രീതിയിലേക്കെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവിടെ മന്ത്രി റോജി എം ജോൺ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ ഇവിടെ എത്തിയിരുന്നു. റോജി എം ജോൺ ഇവിടെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് മാറിയവർക്കുള്ള ഒരു പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വീടിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ഭാഗികമായി തകർന്ന വീടുകൾ ഇത്തവണ പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ഇവിടെ വീടുകളിലെ ഇതിനോട് ചേർന്നുള്ള തീരമേഖലയോട് ചേർന്നുള്ള വീടുകളിൽ ഇപ്പോഴും ചില കുടുംബങ്ങളെങ്കിലും ഉണ്ട്. കാരണം അത് വീട്ടു സാധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരത്തരം കാര്യങ്ങൾ ഈ മണ്ണ് അടക്കം അടിച്ചു കയറി വീടുകളാണ് പലതും. അതിൻ്റെ ഒരു വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പലയിടത്തും തന്നെ കാണുന്നത്. കാരണം ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ ചരലും എല്ലാം അടിഞ്ഞു കയറിയ ഒരു സ്ഥലമാണുള്ളത്. ഇന്ന് ക്ലീൻ ചെയ്ത അകത്ത് വെള്ളം പറഞ്ഞു ഇപ്പൊ ക്ലീൻ ചെയ്ത് എല്ലാം പുറത്തേക്ക് മാറ്റി എല്ലാം ഇപ്പൊ സ്ഥാനപ്പെടുത്തുന്നു. ഇതിന് അകത്ത് കയറിയ വെള്ളം എല്ലാം ക്ലീൻ ചെയ്യും. പക്ഷേ ഇനിയിപ്പോ വേലിയേറ്റം ഉണ്ടാവും. അപ്പോഴും കയറും. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ കടലാക്രമണവും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു. പിന്നീട് ഇവിടെ ആണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്കെല്ലാം തന്നെ വന്നത്. ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് പലയിടത്തും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിലേക്ക് പലയിടത്തും തന്നെയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടെ ബോർഡിലായിരുന്നു 45 ദിവസം. ഇനിയിപ്പോ വേലിയേറ്റം വരുമ്പോ ഇനിയും ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ 2 പേരേ ഉള്ളു. ഇപ്പൊ ഭാര്യയും ഭർത്താവ് അവിടെ ഒരു വീട്ടില് ഞങ്ങൾ 2 പേരേ ഉള്ളു. ഇപ്പൊ ഇതൊക്കെ പൊളിഞ്ഞ് ഇതായിട്ട് നിക്കണല്ലേ. അത് ബാത്റൂമും ഇതൊക്കെ
ചെയ്യാൻ പറ്റിയത് ഒന്നും ചെയ്യാൻ ഇപ്പം പറ്റിയല്ല. എന്ത് ചെയ്താലും നമ്മ ഈ കാശ് മുടക്കി ചെയ്തിട്ട് ഒന്നാതെ അവിടെ നിന്ന് എന്തെങ്കിലും മരിച്ചിട്ട് വന്ന് നമ്മ അവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റില്ലേ? ഇത് പണിതിട്ടിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റ് കിടക്കണണ്ടില്ലേ, ബാക്ക് വശമാണ് കിടക്കണ പൊളിഞ്ഞ് അങ്ങനെ അത് തേച്ചിട്ടുകൂടി ഇല്ല. പുതിയതായിട്ട് പണിതതാണ്. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത്. 2 വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ താമസിക്കാൻ പെട്ടെന്നൊന്നും കഴിയുന്നൊരവസ്ഥയിലല്ല വീടുകളുള്ളത്. ഇതിന്റെ പിൻഭാഗത്തെല്ലാം തന്നെ കടലാക്രമണം ഉണ്ടായിട്ട് തിര അടിച്ചു കയറുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇത് പൂർണ്ണമായും തന്നെ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. അതുപോലെ മറ്റ് വീടുകൾ ഈ ഭാഗത്ത് ഏതാണ്ട് 7ഓളം വീടുകൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ കഴിയുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ കടൽവെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം ഈ വീടിന്റെ മുൻവശത്തും എല്ലാം ഇതുപോലെ ആളുകൾ മണ്ണും വെള്ളവും കയറാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തി അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പൂർണ്ണമായും തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വീട് ഇടിഞ്ഞ് പോയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു എന്നാണ്. ഈ ഭാഗങ്ങളിൽ കൂടുതലായി ചെറിയടവ് പ്രദേശത്തെ കടലാക്രമണം രൂക്ഷമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ടെട്രാപോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ മന്ത്രി റോജി എം ജോൺ ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ഒരാശ്വാസമാണ് ഇവർക്കുള്ളത്. വൈകാതെ അടുത്ത സീസണിന് മുൻപെങ്കിലും ഇത് പൂർത്തിയാകുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. കടമാലിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കോട്ടയത്ത് 3 മാസം പ്രായമായ കുഞ്ഞിനെയും അമ്മയെയും സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ച ഫയർഫോഴ്സ്. കൈക്കുഞ്ഞുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. കാലവർഷം കനത്തതോടെ കാസർഗോഡ് കടലാക്രമണം രൂക്ഷമാണ്. ഇതിനോടകം നിരവധി വീടുകളാണ് കടലെടുത്തത്. കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമാണ്. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ 80 കിലോമീറ്ററിലാണ് കാസർഗോഡ് ജില്ലയിൽ തീരദേശം നീണ്ടുകിടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടൽ ഭിത്തി ഇല്ല എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. പലരുടെയും സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തെങ്ങുകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശവും ഈ ഒരു തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ആവശ്യത്തിനുള്ള പുനരധിവാസം അത് വളരെ വേഗത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആക്ഷേപം. പലപ്പോഴും വീടുകൾ കടലാക്രമണത്തിൽ തകരുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഒന്നടങ്കം എത്തുന്നു, ആശ്വാസ വാക്കുകൾ നൽകുന്നു, ഇവർക്ക് താൽക്കാലികമായ താമസ സൗകര്യം ഒരുക്കുന്നതല്ലാതെ അതിനപ്പുറം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരാക്ഷേപമാണ് ഉയർന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ പ്രധാനമായും തൈക്കടപ്പുറം, അതുപോലെ തന്നെ കുമ്പള, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ കടലാക്രമണമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം നേരത്തെയൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ കടലാക്രമണ ഭീഷണിയാണെന്നാണ് ആളുകൾ പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്. പലരും ഇതിനോടകം തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ നിരവധി വീടുകളാണ് കടലെടുത്തിട്ടുള്ളത്. അതോടൊപ്പം നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുക്കുമെന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കടൽ നയിക്കുന്നവർ നയിച്ച് ജീവിക്കുന്ന കൂട്ടക്കാരാണ്. ഇവിടെ 4 ദിവസമായത് ഈ വീട് വീണിട്ട്. തൊട്ടടുക്ക ഇപ്പോൾ 2-3 വീട് അകടത്തിലുണ്ട്. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ ഇതേ ഫീൽഡിൽ നയിച്ചിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇതിലേ ആവണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഫിഷറീസ് ഗവൺമെൻറ് പറയുന്നത് 10 ലക്ഷം രൂപ തരുന്നു. നിങ്ങൾ പോയി ഈ 10 ലക്ഷത്തിൽ സ്ഥലം കിട്ടുക അല്ല വീട് കെട്ടാമോ? ഞങ്ങൾക്ക് എന്ത് പറ്റില്ല. അതിൽ ഒരു 25 ലക്ഷം റുപ്യ ടെൻഡർ പാസ്സാക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീടും സ്ഥലമായിട്ട് ഒരു ആക്കാം. അതല്ലാതെ എന്ന് മറ്റു ചെല്ലി വേറെ എന്താക്കും കയ്യല്ല ഞങ്ങൾ ഇതേ ഫീൽഡിലുള്ളവർ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയി ഈ ഉള്ള വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഇവിടെ കാണണമെന്ന് ഞങ്ങൾ പറയുന്നു. രാവിലെ തുടങ്ങിയിട അപ്പോൾ വലിയച്ഛൻ്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞ് എല്ലാം സാധനം കാലിയാക്കണം, ഇപ്പോൾ വീട് പോവും, പിന്നെ കാലിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം സാധനം അന്നേ കാലിയാക്കി.
ദുരന്തമുണ്ടായിട്ട് കണ്ണു തുറക്കുന്നതിന് പകരം ഇവർക്ക് കൃത്യമായ ഒരു കണക്കെടുത്ത് എത്ര വീടുകൾ ഇതോടൊപ്പം ഇങ്ങനെ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട് ഭാവിയിൽ എന്നത് സംബന്ധിച്ച് ഒരു കണക്കെടുത്ത് പുനരധിവാസം നടപ്പിലാക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. പലയിടങ്ങളിലും ഇവർക്കിപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ട്രോളിംഗ് നിരോധനം ഒരു ഭാഗത്താണ്, അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ദിവസങ്ങളോളമായി ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു. നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ, കടലിൻ്റെ മക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. അവർക്ക് ഒരു ദുരിതം വരുമ്പോൾ അവരെ കൈത്താങ്ങ് നൽകേണ്ടതൊരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇതിൽ കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നൊരു ആവശ്യം ഉയരുന്നു. ഇവർക്ക് സമാധാനമായി കിടന്നിറങ്ങാനുള്ള ഒരു വീട്, അതോടൊപ്പം ഇവർക്ക് ജോലി ചെയ്യാനുള്ള കൃത്യമായ അവസരം, പ്രത്യേകിച്ച് ഹാർബറൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും പ്രവർത്തനം അത് കൃത്യമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നില്ല മത്സ്യത്തൊഴിലാളികൾ എന്ന ഒരു പരാതിയും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കടലാക്രമണം നേരിട്ടപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഇവരെ കാണാനെത്തുന്നു. പക്ഷേ അതിനുമപ്പുറം ശാശ്വതമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കാസർഗോഡ് നിന്നും കെ വി ബൈജു, ന്യൂസ് 18. ഇനി മറ്റു വാർത്തകളിലേക്ക്. പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിശദീകരണവുമായി ഗതാഗത മന്ത്രി സി പി ജോൺ. കേരളത്തിലെ സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഇന്നലെ സി പി ജോൺ നടത്തിയ വിവാദ പരാമർശം ഇതായിരുന്നു. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ ഈ പരാമർശങ്ങൾ വലിയ വിവാദമായതിനെ തുടർന്ന് പിന്നീട് മന്ത്രി അതിനെ വിശദീകരിച്ചതുകൂടി കേൾക്കാം. അത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. പ്രസംഗിച്ചതും ഞാനെടുക്കുന്ന വളരെ കൃത്യമായ നിലപാട്, പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്, ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷെ ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഇത്രയധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയില്ല ആളുകൾക്ക് അല്ലേ? അവിടെ ഒരു വരാന്തയിൽ പോലും കിടക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ പൊതുജന ആരോഗ്യം, പൊതുഗതാഗതം, ഈ രണ്ട് സ്ഥലത്തും പോവാൻ ആളുകൾക്ക് നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാർഗമില്ല പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ കൃത്യമായ സ്പിരിറ്റ്. എന്നാൽ അവർക്ക് ഗവൺമെന്റ് സ്കൂൾ ഫ്രീ ആണെങ്കിലും അവിടെ എല്ലാവരും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും അല്ലേ? എന്തുകൊണ്ട്? അത് ഇതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവർക്കുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം. അതുകൊണ്ട് സ്കൂളിൽ ഫ്രീ ആണെങ്കിലും ആ സ്കൂളിലേക്ക് പോവാതെ തന്നെ വേറെ ട്യൂഷൻ കൊടുത്തും മറ്റുള്ള
ഫീസ് കൊടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കും. അതിനും എല്ലാവർക്കും പറ്റുന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് താൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന കാര്യം വിശദീകരിക്കുകയാണ് CP ജോൺ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ദാരിദ്ര്യം എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ് താൻ ചെയ്തതെന്നാണ് CP ജോൺ പറയുന്നത്. പക്ഷേ അതിൽ എന്തിനാണ് ആ അവസ്ഥയിൽ ഏതെങ്കിലും സൗജന്യം തേടുന്ന സ്ത്രീകളെ അപമാനിച്ചത് എന്ന ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? ഗതാഗത മന്ത്രി CP ജോണിന്റെ അധിക്ഷേപത്തിന്റെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. CPM രാഷ്ട്രീയ വിഷയമായി തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ വാർത്തകൾ അതിനിടെ പുറത്തുള്ള നേതാക്കളൊക്കെ അതിരൂക്ഷ വിമർശനം CP ജോണിനെതിരെ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും സ്ത്രീകൾ ആവശ്യപ്പെട്ട സർക്കാരിനോട് യാത്രയ്ക്ക് ശേഷം ഇങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വ്യക്തമായി കഴിഞ്ഞു. സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് അഭിമാനത്തോടുകൂടി സർക്കാർ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് അരുൺ, റേഞ്ച് ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ വിമർശനം ഇപ്പോൾ CP ജോണിന്റെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷനൊക്കെ അതിനെതിരെ രംഗത്ത് വന്നു. പ്രതിപക്ഷം കാര്യമായി തന്നെ ഇതിൽ വിമർശനവുമായി രംഗത്തുണ്ട്. എന്തായാലും വലിയ വിവാദമായി മാറുകയാണ് CP ജോണിന്റെ പരാമർശം. പക്ഷേ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു. താൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നതാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത്. അതിനുമപ്പുറം സ്ത്രീകൾ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരെ അവഹേളിച്ചു എന്ന തരത്തിലാണ് മന്ത്രി CP ജോണിന്റെ വാക്കുകൾ ഇപ്പോൾ വിമർശനത്തിന് വിധേയമാകുന്നത്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. TVKയുടെയും BJPയുടെയും പരാതിയിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തിരുന്നു. ഉദയനിധിയുടെ വീടിന് മുന്നിൽ സംഘർഷമാണ്. ഇന്നലെ കാവേരി നദീജല തർക്കത്തിൽ DMK നടത്തിയ പരിപാടിയിലായിരുന്നു உதயநிதியுடைய விவாத பராமர்சம். ஆனா இத பத்தி இன்னைக்கு இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறாரு. அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളും